ഏതോ ഒരു പോലീസുകാരൻ വയസ്സ് തെറ്റിച്ച ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വയസ്സ് തെറ്റിച്ചെഴുതിയത് മൂലം രണ്ടുപേർക്ക് അനുഭവിക്കേണ്ടി വന്നത് 14 വർഷത്തെ ജയിൽ ജീവിതമായിരുന്നു. ബാലനീതി നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവർ ചെയ്യുന്ന കുറ്റത്തിന് 3 വർഷമാണ് പരമാവധി ശിക്ഷ. എന്നാൽ വയസ്സ് തെറ്റി 18-ന് മുകളിലായതോടെ ഇത്തരത്തിൽ രണ്ടുപേർക്ക് അനുഭവിക്കേണ്ടി വന്നത് 14 വർഷത്തെ ജയിൽവാസം. 2004-ൽ ഇടുക്കി ദേവികുളം കുണ്ടള സാൻറോസ് കോളനിയിൽ പളനിസ്വാമി കൊല്ലപ്പെട്ട കേസിലാണ് തോട്ടം തൊഴിലാളികളായ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരുവരും പ്രതികളാകുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കാൻ ആളുണ്ടായിരുന്നില്ല. പിന്നീട് ജാമ്യത്തിലിറങ്ങിയിരുന്നു. 2010-ൽ തൊടുപുഴ സെഷൻസ് കോടതി 4 പേർക്കും ജീവപര്യന്തം വിധിക്കുകയായിരുന്നു. അച്ഛൻ സെബാസ്റ്റ്യനും അമ്മ കുട്ടിയമ്മയ്ക്കും ഒപ്പം 2 പേരും ജയിലിലേക്കായി. 2016-ൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ശിക്ഷാ ഇളവ് ലഭിച്ചിരുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് പൂജപ്പുര സ്ത്രീകളുടെ ജയിൽ സന്ദർശനത്തിനെത്തിയ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തകരോട് കുട്ടിയമ്മ മക്കൾ ചെറുപ്രായത്തിൽ കേസിൽപ്പെട്ടത് എന്ന് പറഞ്ഞു. മഹേഷിനും രാജേഷിനും പ്രായപൂർത്തിയായിരുന്നില്ല എന്നു കാണിച്ച് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി എസ് ഷംനാഥ് ഇടപെട്ട് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകുകയായിരുന്നു. കേസ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. പഠിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ രജിസ്ട്രാറുമായെത്തി. മൈനറായിരുന്നുവെന്ന് ഒടുവിൽ തെളിയുകയായിരുന്നു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റീസ്റ്റോറിംഗ് യൂത്ത് എന്ന പരിപാടിയിലൂടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഈ മാസം 9-ന് ഇരുവർക്കും പുറത്തേക്കുള്ള വാതിൽ തുറന്നത്. വിചാരണ കാലത്ത് ഇരുവരും വിവാഹിതരായിരുന്നു. ജയിലിൽ നിന്നുള്ള ശമ്പളം വീട്ടിലേക്ക് അയച്ചു. 2 പേരുടെയും മക്കൾ പഠിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പരോളിലിറങ്ങി കുടുംബത്തെ കണ്ടിരുന്നു.